ഹായ് ആമീസ് ആരീഷോ സീസൺ 2ന്റെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് റിസോർട്ടിൽ നിന്ന് കോഫിയും കുടിച്ച് രണ്ടുപേരും കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. തുടക്കം തന്നെ കൂക്കി ജിമിൻഷിക്കിട്ട് ഒരു 16ന്റെ പണി അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ജിമിൻഷിനെ കൂക്കി വഴിയിലിട്ട് പോയി. പാവം ജിമിൻഷി ഈ ചെക്കൻ എങ്ങോട്ടാ പോയതെന്ന് പോലും കണ്ടില്ല. ജിമിൻഷിക്കാണെ വഴി അറിയില്ല. എങ്ങനെക്കോ കറങ്ങി തിരിഞ്ഞ് റൂം കണ്ടുപിടിച്ചു. കൂക്കി വന്ന് വാതിലൊക്കെ തുറന്നെടുക്കുന്നുണ്ട്. ഓൻ വരുന്നതുണ്ടില്ലേ, ഒരു കൂസലില്ലാണ്ട് ഞാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓന്റെ പെടലെ അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. പിന്നെ രണ്ടാളും കൂടെ പോണ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഏതാന്ന് കണ്ടുപിടിച്ചു. ഒരു തടാകത്തേക്കാണ് പോണത്. അങ്ങനെ രണ്ടാളും ആ തടാകത്തിന്റെ അവിടെ എത്തി. രണ്ടും കൂടെ ഓരോ ബടായും പറഞ്ഞ് അങ്ങനെ നടക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് സ്പോട്ടിലെത്തി. ക്രൂ 1, 2, 3 ഇതിലേതെങ്കിലും ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഏതിൽ പോണെന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിട്ടാ. ജിമിൻഷി പറയുന്നുണ്ട് 1 അല്ലെങ്കിൽ 3. എന്നാ നോക്കിക്കോ, നമ്പർ 2 ആയിരിക്കും സേഫ് എന്ന് കൂക്കിയും പറയുന്നുണ്ട്. എന്നാ ശരി, 2 2. അങ്ങനെ 2 സെലക്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് 3ന്റെ ഫോട്ടോ സ്റ്റാഫ് കാണിക്കുന്നുണ്ട്. ഫോട്ടോ കണ്ടപ്പോ തന്നെ കൂക്കിയും ജിമിൻഷി ആകെ വിചലിപ്പിച്ചു പോയി. കാരണം അതിൽ കാണാനൊരു മെനയില്ലാത്ത നമ്പർ 2 ആയിരുന്നു. ഇവന് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അവസ്ഥ. ആ കള്ള കുരുട്ടുമല്ലി എന്തിന്റെ കേടാണ്. ഞാൻ എങ്ങോട്ടാ എന്തല്ലാണ്ട് പോണേ, ഒന്ന് വേഗം വരുന്നുണ്ടെങ്കിട്ട്. ജിമിൻഷി കുറെ വെള്ളത്തിൽ നീന്തി. പിന്നെ കൂക്കിന്റെ വക ആ പാവത്തിന് കുറെ ഇട്ട് നീന്തിപ്പിച്ച്. എന്തായാലും അവർ തിരിച്ചു പോന്നു. രണ്ടാൾക്കും ഈ സ്ഥലം വല്ലാണ്ട് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഒരു മോഡേൺ ലൈഫ് എന്നൊക്കെ മാറി ആസ്വദിച്ച് ജീവിക്കാൻ പറ്റിയ സ്ഥലം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പിന്നെ നേരെ പോയതൊരു ബർഗർ ഷോപ്പിക്കാണ്. ബർഗറൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കുഞ്ഞിക്കിളി എവിടുന്നോ പറഞ്ഞു തന്ന് കൂക്കി അതിന് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ എനിക്കൊന്നും വേണ്ടെന്നുള്ളൊരു ഭാഗത്തിൽ കുഞ്ഞിക്കിളി കൂക്കിനെ മൈൻഡ് ചെയ്യാണ്ട് പറന്നുപോയി. പിന്നെ ജിമിൻഷി കൊടുത്തപ്പം അത് കൊത്തി തിന്നുകയും ചെയ്തു. കൂക്കി വീണ്ടും കൊടുക്കുന്നുണ്ട്. അപ്പൊ ഒരൊറ്റ പറല്. കൂക്കിക്കാണെങ്കിൽ ദേഷ്യം വന്നു. പിന്നെ ദേഷ്യം വരൂലേ, എന്ത് അഹങ്കാരാണ് കിളിക്ക്, അത് പറന്നു ഇത് കണ്ടില്ല എന്നൊക്കെ കൂക്കി പറയുന്നുണ്ട്. പക്ഷെ പിന്നെ വന്ന് അത് കൊത്തി തിന്നുട്ടോ. പിന്നെ ഫുഡൊക്കെ കഴിച്ച് അവര് പേ ചെയ്ത് അവരവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ചെലവാക്കേണ്ട പൈസ ഒക്കെ ഇന്നലെ തന്നെ ക്രൂ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് വാങ്ങാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇവർക്ക് വാങ്ങാനും കഴിക്കാനും പറ്റൂ. പിന്നെ പോയത് സൂപ്പർ മാർക്കറ്റിലേക്കാണ്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ റൂമിൽ പോയി വാങ്ങിയ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച് കളിക്കാൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞ് സ്റ്റാഫ് അവരുടെ കൂടെ കളിക്കാൻ വേണ്ടി ജോയിൻ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ മാച്ചിൽ അവർ ജയിച്ചാല് 6 ഫ്രാൻസ് കൂടുതൽ കൊടുക്കും. അഥവാ തോറ്റാല് ഇപ്പോൾ ഉള്ളതിന്ന് 6 അങ്ങോട്ട് കൊടുക്കണം. അവര് ആ റൂളൊക്കെ സമ്മതിച്ച് കളിച്ചു. ഫസ്റ്റ് റൗണ്ടിൽ ജയിച്ചു. പക്ഷെ റൂൾ പ്രകാരം അവരെന്തോ ഒരു വാക്ക് പറഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണ്ടും കളിപ്പിച്ചു. അതിലവര് തോറ്റു. സാരല്ല, പോട്ടെന്നേ. പിന്നെ അവര് റൂമിലേക്ക് പോയി ഫുഡ് ഉണ്ടാക്കാൻ നിന്നു. മാസ്റ്റർ ഷെഫ് തന്നെയാണ് കുക്ക് ചെയ്യണത്. ജിമിൻഷിയാണ് ഹെൽപ്പറൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പതുക്കെ ഉള്ളിനൊക്കെ വേദനിപ്പിക്കാതെയാണ് എരിഞ്ഞോണ്ടിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി ജിമിൻഷി നല്ല ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, കണ്ണൊക്കെ ഊരിച്ചാടും. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് വേറൊരു സ്പൈസി നൂഡിൽസ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. കൂക്കി അത് വീണ്ടും എന്തെല്ലോ മസാലകളൊക്കെ ഇട്ട് ചൂടാക്കി രണ്ടുപേരും കൂടെ അത് കഴിച്ചു. ജിമിൻഷിക്ക് എന്നിട്ടും വിശപ്പും അറിയില്ല. വീണ്ടും ഒരു പാസ്ത എടുത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കാൻ പറയുന്നുണ്ട് കൂക്കിനോട്. കൂക്കിയാണെങ്കിൽ പറയുമ്പോഴേക്കും ഓരോന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിരിക്കണ നോക്ക്, എന്തേ പറഞ്ഞൂട്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ, നല്ല ടേസ്റ്റ് ഉണ്ട്. ആ സമയത്ത് ജിമിൻഷി മിലിറ്ററിയിൽ ഉണ്ടായിരുന്നപ്പോൾ ഒരു കഥയൊക്കെ പറയുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ കൂക്കി ഇടയ്ക്ക് പറയും നമുക്ക് സ്ട്രിക്റ്റ് ഡയറ്റ് എടുക്കാം എന്നൊക്കെ. എന്നിട്ട് വിശക്കുന്നു എന്ന് പറഞ്ഞു വരും. എന്നിട്ട് വാരി വലിച്ച് തിന്നും ചെയ്യും. എന്നിട്ട് ഒറ്റയ്ക്ക് പോയി വർക്കൗട്ടും ചെയ്യും. ലാസ്റ്റ് ജിമിൻഷി കൂക്കിനോട് താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്. എന്നാ ഞാനും നன்றി, വെളുത്തുള്ളി പൊളിച്ചേനെ. പിന്നെ പോണത് ഗെയിം കളിക്കാനാണ്. നാളത്തെ അലവൻസിനും എപ്പോൾ എണീക്കണം എന്നൊക്കെ തീരുമാനിക്കാൻ വേണ്ടിയിട്ട്. ഈ ഗെയിം കളിക്കണ കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. കളിച്ച് പച്ചക്കിളീൻ്റെ ചെരുപ്പൊക്കെ ഊരിപ്പോയി. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് അവർക്ക് 100 ഫ്രാൻസ് കിട്ടി. 8 മണിക്ക് എണീക്കാന്നും കിട്ടി. പിറ്റേ ദിവസം കറക്റ്റ് 8 മണിക്ക് തന്നെ അലാറം അടിച്ചു. കൂക്കിയാണ് ആദ്യം എണീറ്റ് വന്നേ. സ്റ്റാഫ് അവിടെ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടായിരുന്നു. മോനെ ബാ, ക്യാപിറ്റൽ കിസ് കളിക്കാം. ക്യാപിറ്റലോ അതെന്താ തേങ്ങ, എനിക്കൊന്നറിയില്ല. ക്യാപിറ്റൽ ഓഫ് US വാഷിംഗ്ടൺ DC. കറക്റ്റ് ആൻസർ. എന്നാ പോയി കിടന്നുറങ്ങിക്കോ. ഇതെന്നാ ആദ്യം തന്നെ പറയണ്ടത്. ഞാൻ പിന്നെ ബെഡിൽ തന്നെ ഉത്തരം പറയുന്നല്ലോ. വെറുതെ ഇവിടെ വരെ നടന്നില്ലേ. ജിമിൻഷി ഇങ്ങോട്ട് വരൂ. വേഗം ചെല്ല്. ക്യാപിറ്റൽ ഓഫ് സ്വിറ്റ്സർലാൻഡ് ബെൽജിയം എന്നൊക്കെ കൂക്കി അവിടെ നിന്ന് വിളിച്ചു പോകുന്നുണ്ട്. പാവം ജിമിൻഷിക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതും കറക്റ്റ് ആൻസർ ആയിരുന്നു. അങ്ങനെ ജിമിൻഷിക്കും ഉറങ്ങാനുള്ള ചാൻസ് കിട്ടി. പിന്നെ കുറെ കഴിഞ്ഞ് എണീറ്റ് കറങ്ങാൻ പോയി. കൂക്കി ബൈക്കിലും ജിമിൻഷി കാറിലുമാണ്. നേരെ പോയത് ഒരു ഹിൽ ടോപ്പിക്കാണ്. അവിടെ നിന്ന് കുറെ ഫോട്ടോസ് ഒക്കെ എടുത്ത് കുറെ നേരം അവിടെ നാച്ചുറൊക്കെ ആസ്വദിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ സമയം പോയത് അറിഞ്ഞില്ല. പിന്നെ അവർക്ക് പോകേണ്ടത് ട്രെയിനിലായിരുന്നു. ട്രെയിൻ എടുക്കണ 5 മിനിറ്റ് മുമ്പാണ് സ്റ്റേഷനിലെത്തിയത്. കൂക്കിയും ജിമിൻഷിയും സ്റ്റാഫും കൂടെ കൂട്ടയോട്ടം. ലാസ്റ്റ് ട്രെയിനൊക്കെ കിട്ടി. പിന്നെ രണ്ടാളും കൂടെ പ്രകൃതി ആസ്വദിച്ച് ഫോട്ടോ എടുത്ത് അങ്ങനെ സമയം പോയി. കൂക്കി ജിമിൻഷിന്റെ മൂക്കിൽ കയറി ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുന്നുണ്ട്. അതിവിദഗ്ധമായി ജിമിൻഷി അത് തടയുന്നുണ്ട്. സ്റ്റാഫ് അവർക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി നേരെ റൂമിലേക്ക് പോയി. രണ്ടാൾക്കും 2 റൂമായിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലഗേജ് ഒക്കെ അവിടെ വെച്ച് ഫുഡ് കഴിക്കാൻ പോയി. കഴിച്ചുകൊണ്ടിരിക്കുന്നത് വരെയുള്ളൂ സെക്കൻഡ് എപ്പിസോഡ്. അപ്പം അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ.